അഴിഞ്ഞു പോകുന്നതും നശിച്ചു പോകുന്നതുമാകുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പണം, സൗന്ദര്യം, ആരോഗ്യം ഇവയെല്ലാം നശിച്ചു പോകും. ഈ ലോകത്തിലുള്ളതൊന്നും തന്നെ സ്ഥിരതയുള്ളതല്ല. ഇന്നു കാണുന്നതും താൽക്കാലികങ്ങളും മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ യോബിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ്റെ ആയുസ് പ്രഭാതത്തിൽ കാണുന്ന മഞ്ഞ് പോലെയാണെന്നും മറ്റൊരു ഭാഗത്ത് മനുഷ്യൻ്റെ ആയുസ് ആവിക്ക് സമാനമാണെന്നും കാണുവാനിടയായിത്തീരുന്നു. എന്നാൽ ദൈവവചനത്തിൽ വളരെ വ്യക്തതയിൽ നിലനിൽക്കുന്ന പലതിനെക്കുറിച്ചും പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 2 കൊരിന്ത്യർ ലേഖനം 4 അധ്യായം 16 ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അതെ, നമ്മളുടെ പുറമേയുള്ള മനുഷ്യൻ, നമ്മുടെ ശരീരം ഓരോ വയസ്സും കൂടുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ശരീരം ക്ഷയിച്ചും ക്ഷീണിച്ചും പോകുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ഒരിക്കലും ക്ഷീണിക്കാത്തതും നശിക്കാത്തതും ഒന്നാണ് അകമയുള്ള മനുഷ്യൻ. നാൾക്ക് നാളത് പുതുക്കം പ്രാപിക്കണം. എപ്പോഴാണത് പുതുക്കം പ്രാപിക്കുന്നത്? ഒരുവൻ ക്രിസ്തുവുമായി കണക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി വ്യക്തമായ സംസർഗം ഒരുവൻ പ്രാപിക്കുമ്പോൾ അത് പുതുക്കം പ്രാപിപ്പാനിടയായിത്തീരും. യെശയ്യാപ്രവചനം 60 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. അതെ, എപ്പോഴാണ് പ്രകാശം നമ്മളിൽ കടന്നു വരുന്നത്? നാം ക്രിസ്തുവുമായി കണക്റ്റ് ചെയ്ത് അനുദിന ജീവിതത്തിൽ ശക്തിയോടെ മുൻപോട്ട് പോകുമ്പോൾ മാത്രമാണ്. ലോകത്തിൽ നമ്മുടെ മുമ്പിലുള്ള അനേക പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, കടഭാരങ്ങൾ ഒക്കെ നമ്മളെ ക്ഷീണിപ്പിക്കുകയും അവശരാക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ക്രിസ്തുവുമായി കണക്റ്റ് ചെയ്ത് നാം മുൻപോട്ട് പോകുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനിടയായിത്തീരും. അതെ, അഴിഞ്ഞു പോകാത്ത പല കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നാമത്തേത് ഞാൻ പറയുന്നത് വിശ്വാസം. അതഴിഞ്ഞു പോകുന്നില്ല. 1 പത്രോസിൻ്റെ ലേഖനം 1 അധ്യായം 7 അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരും. അഴിഞ്ഞു പോകുന്ന പൊന്ന് അത് നശിച്ചു പോകും. വിലയുള്ളതാണെങ്കിലും അത് നശിച്ചു പോകും. എന്നാൽ വിശ്വാസം ഒരിക്കലും അഴിഞ്ഞു പോകുന്നില്ല. രണ്ടാമതായി നമ്മിൽ ഉള്ള സൽഗുണങ്ങൾ അല്ലെങ്കിൽ ശാന്തഗുണങ്ങൾ. 1 പത്രോസ് 3:3-4 പറയുമ്പോൾ, നിങ്ങളുടെ അലങ്കാരം തലമുടി മുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെയുള്ള പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാമധാന്യതയുമുള്ള മനസ്സും എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യനെ തന്നെ ആയിരിക്കണം. പലപ്പോഴും നാം കരുതാറുണ്ട്, നാം ഉപയോഗിക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ ധരിക്കുന്ന ആഭരണം ഇവയൊക്കെയാണ് നമുക്ക് സൗന്ദര്യം തരുന്നതെന്ന്. എന്നാൽ സൗമ്യതയും സമാധാനതയുമുള്ള മനസ്സ് ഒരുവനെ വളരെ അനുഗ്രഹമുള്ളവനാക്കി തീർക്കുന്നു. മൂന്നാമത്, നമ്മെ ശക്തനാക്കുന്നതും അഴിഞ്ഞു പോകാത്തതും ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. 1 യോഹന്നാൻ 2:17. അതെ, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്ത നിവൃത്തി പ്രാപിപ്പാൻ നാം തയ്യാറാകുന്നെങ്കിൽ നാം എന്നേക്കും ജീവിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതം കെടുന്ന ബീജത്താലല്ല, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്തിൽ തന്നെ എന്നും ഉറപ്പുള്ളതായി നിലനിൽപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.